അന്താരാഷ്ട്ര രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് ഈ അലാസ്ക ഉച്ചകോടി വഴിതെളിച്ചിരിക്കുന്നത്. ഇപ്പോൾ സെലൻസ്കി അടുത്ത ദിവസം 18-ാം തീയതി വാഷിംഗ്ടണിൽ വരുന്നുണ്ട്. ആ ചർച്ചയിൽ ഇനി വല്ല കാര്യങ്ങളും ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ഈ ചർച്ചകളൊക്കെ നമുക്കറിയാം, നയതന്ത്ര തലത്തിൽ ചർച്ചകളൊക്കെ നടത്തിയിട്ട് അവസാനം ഒരു പ്രഖ്യാപനമാണ് വരേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിപ്പം ചർച്ചകളിങ്ങനെ അനന്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായിട്ട് തുടരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. പുടിൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ലോകരംഗത്ത് തന്നെ ഇതൊരു ഒരു മാറ്റത്തിൻ്റെ നിർണായകമായൊരു ചുവടുമാറ്റത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. പല നിരീക്ഷകരും പറയുന്നത് ഇവിടെ പുടിനാണ് വിജയിച്ചത്, ട്രംപ് അല്ല വിജയിച്ചത് എന്നാണ് ഈ ഉച്ചകോടിയിൽ. പുടിന് നേടേണ്ട കാര്യങ്ങളൊക്കെ നേടി, ട്രംപ് ആവട്ടെ ഇതെല്ലാം കേട്ടു പോന്നു, കാര്യമായിട്ട് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനുമായില്ല എന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ അന്തർധാരകൾ ഈ പുറമേ കാണുന്നതല്ല, നയതന്ത്ര രംഗവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളുമൊക്കെ നമ്മൾ പുറമേ കാണുന്നത് ഒന്നാണ്, അതിൻ്റെ ഉള്ളിലുള്ളത് വേറൊന്നും. അപ്പോൾ ഏത് രീതിയിലാണിത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിപ്പം വരും ദിവസങ്ങളിൽ സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ ശേഷം ഒരുപക്ഷെ അത് സംബന്ധിച്ചൊരു വ്യക്തത വരുമായിരിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സൂചന ഉണ്ടാകുമായിരിക്കും. എന്തായാലും ഈ യുദ്ധം അവസാനിക്കുമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചവരൊക്കെ മണ്ടന്മാരായി. ഒരു കാര്യവും നടന്നില്ല. അപ്പം അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് ട്രംപ് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഈ യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്ന വാഗ്ദാനം ചെയ്താണ് ട്രംപ് അധികാരത്തിൽ വന്നത്. പുടിനുമായിട്ടുള്ള ബന്ധം എന്ന് മാത്രമല്ല അമേരിക്കയുടെ ശക്തി, അതൊക്കെ അമേരിക്ക ഉറപ്പിച്ച് പറഞ്ഞാൽ റഷ്യ അതിനെതിരെ നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. തർപ്പിച്ച് പറയുകയാണ് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞാൽ റഷ്യ നിർത്തേണ്ടി വരും. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം.